ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം ഏതാണ്? പിജോം. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം ബിജോമാണ്. CISF റൈസിംഗ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 10. CISF റൈസിംഗ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് 10-നാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 1000 റൺസ് തികച്ച ഇന്ത്യൻ ബാറ്റർ ആരാണ്? യശസ്വി ജയ്സ്വാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 1000 റൺസ് തികച്ച ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളാണ്. സംസ്ഥാനങ്ങളുമായുള്ള വിവരശേഖരണത്തിനായി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? നീതി ഫോർ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുമായുള്ള വിവരശേഖരണത്തിനായി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായ T50 ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായ T50 ടണൽ ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീരിലാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക വളർച്ച എത്രയാണ്? 8.4%. 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക വളർച്ച 8.4%. ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. സൗരോപരിതലത്തിൻ്റെ പിണ്ഡവികിരണം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ ഇന്ത്യയുടെ സൗര പര്യവേഷണ ഉപഗ്രഹം ഏതാണ്? ആദിത്യ L1. സൗരോപരിതലത്തിൻ്റെ പിണ്ഡവികിരണം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ ഇന്ത്യയുടെ സൗര പര്യവേഷണ ഉപഗ്രഹം ആദിത്യ L1 ആണ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ നമീബിയൻ താരം ആരാണ്? ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റനാണ്. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ 32ാമത് അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്വീഡൻ. നാറ്റോ സൈനിക സഖ്യത്തിൽ 32ാമത് അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം സ്വീഡനാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ 2ാം വാർഷികം ആചരിച്ച ദിവസം ഏതാണ്? 2024 ഫെബ്രുവരി 24. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ 2ാം വാർഷികം ആചരിച്ചത് 2024 ഫെബ്രുവരി 24-നാണ്. 2023-24 കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായ സിനിമാ താരം ആരാണ്? ബേസിൽ ജോസഫ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന യൂത്ത് ഐക്കൺ അവാർഡിന് 2023-24 അർഹനായ മലയാള സിനിമാ താരം ബേസിൽ ജോസഫാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡുകൾ ലഭിച്ച മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസി സോജൻ കായികരംഗം, കെ അഖിൽ സാഹിത്യം, അശ്വിൻ പരവൂർ കൃഷി, KV സജീസ് സംരംഭകത്വം, ശ്രീനാഥ് ഗോപിനാഥൻ സാമൂഹിക സേവനം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ച സിനിമാ താരം ബേസിൽ ജോസഫാണ്. മറ്റ് വ്യക്തികൾ കായിക രംഗത്ത് നിന്നും ആൻസി സോജൻ,
കെ അഖിൽ സാഹിത്യം, അശ്വിൻ പരവൂർ കൃഷി, കെ വി സജീസ് സംരംഭകത്വം, ശ്രീനാഥ് ഗോപിനാഥൻ സാമൂഹിക സേവനം എന്നിവരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ 2024 മാർച്ച് 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിൽ. കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ 2024 മാർച്ച് 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? അമിതാഭ് ഘോഷ്. ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷാണ്. 2024 മുംബൈ വേദിയായി നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? ക്രിസ്റ്റീന ഫിസ്കസ്ക. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സ്വദേശിയാണ് ക്രിസ്റ്റീന ഫിസ്കസ്ക. 2024 മുംബൈയിൽ വേദിയായി നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന ഫിസ്കസ്കയാണ്. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരാണ്? സിനി ഷെട്ടി. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടിയാണ്. ഇന്ത്യയിൽ പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം 2022-23 ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യ നിരക്ക് എത്രയാണ്? 11.28%. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022-23 ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യ നിരക്ക് 11.28%. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്ന മിഷൻ ഭൂമിപുത്ര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസം. ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്ന മിഷൻ ഭൂമിപുത്ര എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മിഥിലി. ഈ ചുഴലിക്കാറ്റിന് മിഥിലി എന്ന പേര് നൽകിയ രാജ്യം മാലദ്വീപാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. മിഥിലി എന്ന പേര് ഈ ചുഴലിക്കാറ്റിന് നൽകിയ രാജ്യം മാലദ്വീപാണ്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് രചിച്ച കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പഠന ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയ മലയാള സിനിമാ നടൻ ആരാണ്? മോഹൻലാൽ. കേരളത്തിലെ ടൂറിസം മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് രചിച്ച കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പഠന ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയത് മോഹൻലാലാണ്. 2023 നവംബറിൽ ഇന്ത്യയിൽ ടണൽ ഇടിഞ്ഞ് അപകടമുണ്ടായി തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2023 നവംബറിൽ ഇന്ത്യയിൽ ടണൽ ഇടിഞ്ഞ് അപകടമുണ്ടായി തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നത് ഉത്തരാഖണ്ഡിലാണ്. ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 111. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ാമതാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 47ാമത് വയലാർ സാഹിത്യ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ സാഹിത്യ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആരാണ്? പ്രഭാവർമ്മ. കൃതി രൗദ്ര സ്വാത്തികം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളി സാഹിത്യകാരൻ പ്രഭാവർമ്മയാണ്.
കൃതി രൗദ്ര സ്വാത്തികം. സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ചത്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? ഡോക്ടർ എസ് ഫൈസി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസിയാണ്. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലമാണ്. 2023 നവംബറിൽ കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നം മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷിയുടെ പേരെന്താണ്? ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി. 2023 നവംബറിൽ കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നം മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷിയാണ് ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.